കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ MOTയിൽ വീണ്ടും വന്നിരിക്കുന്നത്. വന്ന് കയറുമ്പോഴേ പിള്ളേരെ ആകർഷിക്കാനുള്ള പരിപാടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആദപ്പിന് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള പക്വത എത്താത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇന്നത്തെ കറക്കം നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ എക്സ്ട്രാ 2 പേരും കൂടെ ഉണ്ട്. ഒന്നതേ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്, നമ്മുടെ മാമന്റെ മോൻ കണ്ണൻ ചേട്ടൻ. പിന്നെ ഉള്ള ഒരാൾ ആരാണെന്ന് വെച്ചാൽ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് സുപരിചിതനായിട്ടുള്ള ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഞങ്ങളുടെ സ്വന്തം വലിയേട്ടനാണ്. ജോലി കഴിഞ്ഞ് നേരെ അവിടെ ലാൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൂടെ കാണാത്തത്. അങ്ങ് ദൂരത്തുനിന്ന് വന്നപ്പോഴേ മണ്ണഞ്ചാരി ഇന്ന് പെണ്ണിനെ ഫോൺ വിളിക്കുന്ന വലിയേട്ടൻ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ചേട്ടൻ ആരും തെറ്റിദ്ധരിച്ച് കളയരുത്, ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെയാണ് ഈ വിളിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇവിടെ ഒത്തുകൂടിയതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊന്നാ പാവം തിന്നാ തീരുമെന്ന് പറയുന്ന പോലെ ഞാൻ വരച്ച പാവം കണ്ടു തീർക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ പലർക്കും കത്തിയിട്ടുണ്ടാവില്ല, ഞാൻ വിശദമാക്കാം. ഞാൻ നമ്മുടെ മാർക്കോ ഫിലിമിലെ ഉണ്ണിമുന്തന്റെ ഒരു ലുക്ക് വരച്ചിട്ടുണ്ടായിരുന്നു. അത് മാർക്കോയിലെ ഉണ്ണിമുന്തനാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പോലും ആർക്കും മനസ്സിലാവാത്ത ലെവലിലായിരുന്നു ആ പടം. അപ്പൊ അതിനൊരു പ്രായച്ചത്തെ എന്നോണാണ് ഞാൻ മാർക്കോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, വരച്ച പാവം കണ്ടു തീർത്തു. സിനിമയുടെ തീവ്രതയെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനോടകം തന്നെ ഫോണിലും തിയേറ്ററിലും ആയിട്ട് എല്ലാവരും ഒക്കെ പോയി കണ്ടിട്ടുണ്ടാവും. ടിവിയിൽ വന്നിട്ട് കാണുന്നതിനേക്കാളും തിയേറ്ററിൽ പോയി കാണുന്നത് വേറൊരു ലെവലാണെന്ന് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആദപ്പന്റെ അവന്റെ ഏരിയയിലേക്ക് ഒരു ഓട്ടോ ആയിരുന്നു. പിന്നെ അവനെയും പറക്കിയെടുത്ത് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഹെൽമെറ്റ് ആണെങ്കിൽ അടിച്ചോണ്ട് പോകുന്ന മേടിച്ചിട്ട് രണ്ടുപേരും കൂടി ഹെൽമെറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അകത്തേക്ക് വന്നത്. പുറത്തിറങ്ങി വന്നപ്പോൾ ലോക്ക് മാറ്റാൻ പറ്റാതെ പെട്ട് നിൽക്കുവാണ്. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം കണ്ണൻ ചേട്ടൻ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോക്ക് മാറ്റി നമുക്ക് ഹെൽമെറ്റ് തിരിച്ചു കിട്ടി. അവിടെ നിന്ന് നേരെ ഒരു ചായക്കടയിൽ കയറാന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കഴിക്കാനായിട്ട് ഈ ഒരു കേബേജ് വട ഉണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ച് കഴിച്ചു. ആദപ്പം അപ്പോഴേക്കും നല്ല ഉറക്കമായി കഴിഞ്ഞു. പിന്നെ ഒരു ചൂട് ചായയും കൂടെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ ഇത്രയേ ഉള്ളൂ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.